ഹലോ നമസ്കാരം. നമ്മളെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഗ്രേസി ആൻറ്റി അലിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നുണ്ട് കേട്ടോ. അലിനോട് ചോദിക്കുന്നുണ്ട് ഇവിടുന്ന് പോയാൽ എവിടേക്ക് പോകും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട് എവിടേക്കെങ്കിലും പോകണം, ആദ്യം ഒരു ജോലി വേണം. എന്നിട്ട് അലീന പറയുന്നുണ്ട് ഇപ്പോൾ ആ വീട്ടിലെ എല്ലാവർക്കും എന്നോട് സ്നേഹമാണ്. അവൾ നേരിട്ട് എന്നോട് സ്നേഹം കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ, അവളെ ഉള്ളിൽ എന്നോട് സ്നേഹമുണ്ട് എന്ന് പറയണം. അന്നേരം മാമച്ചൻ അങ്കിള് അലീനയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ബാലചന്ദ്രന് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞൂടെ, എന്തിനാ മനസ്സിലിങ്ങനെ പോച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ചെയ്തിട്ട് എന്ത് കിട്ടാനാന്ന്. അന്നേരം ഗ്രേസമ്മ പറയുന്നുണ്ട് ഞാനും അത് ഓർക്കാതിരുന്നിട്ടില്ല. അന്നേരം മാമച്ചങ്കിള് പറയുന്നതാണ്, ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാൽ നല്ലതല്ലേ, നിനക്ക് നിൻ്റെ അമ്മയെ തിരിച്ചു കിട്ടൂലേ, ആ സ്ത്രീക്ക് നിന്നോടുള്ള വെറുപ്പും വിദ്വേഷവും എല്ലാം എന്നേക്കുമായിട്ട് ഇല്ലാതാവും, പിന്നെ ഇത്ര നാളും ചെയ്തതിന് പശ്ചാത്തപിക്കുകയും ചെയ്യും. അന്നേരം അലീന പറയുന്നുണ്ട്, അപ്പോൾ അച്ഛൻ ആരായി തീരും അങ്കിളെ, കഴിഞ്ഞ 22 വർഷക്കാലം സ്വന്തം ഭാര്യ പ്രസവിച്ച അന്യൻ്റെ കുഞ്ഞിനെ സ്വീകരിച്ചവൻ, എല്ലാ അനീതിയും ഏറ്റുവാങ്ങിയിട്ട് വെറും കാഴ്ചക്കാരനായി ഇരിക്കുന്നവൻ, അച്ഛൻ ഒരിക്കലും അങ്ങനെ നിന്നു കൊടുക്കത്തില്ല എന്ന് പറയാണ് അലീന. എല്ലാവരും എല്ലാം അറിയുന്ന നിമിഷം അച്ഛനും അമ്മയുമായുള്ള ബന്ധം മുറിക്കും. അന്നേരം ഗ്രേസമ്മ ആൻറ്റി പറയാണ് ആ വൈജയന്തി താഴാണെന്ന് പറയാണ്. അന്നേരം അലീന പറയാണ് എല്ലാവരും എല്ലാം അറിയുന്ന നിമിഷം അമ്മ ആ വീട് വിട്ട് എല്ലാവരും ഉപേക്ഷിച്ചു പോവും, ചിലപ്പോൾ ജീവിച്ചിരിക്കുമെന്ന് തന്നെ സംശയമാണ് എന്നൊക്കെ പറയാണ്. ജീവിച്ചിരുന്ന ആരോടൊക്കെ മറുപടി പറയണം, അച്ഛനോട് പറയണം, സ്വന്തം മക്കളോട് പറയണം, നാട്ടുകാരോട് പറയണം, ആരോടൊക്കെ പറയണം, ആരുടെയൊക്കെ മുമ്പിൽ തലകുനിച്ച് നിൽക്കണം, ആരുടെയും മുമ്പിൽ തോക്കാൻ മനസ്സിലാത്ത അമ്മ അതിന് നിന്നു കൊടുക്കുമോ, അതൊരിക്കലും ചെയ്യില്ല എന്ന് പറയാണ് അലീന. ആ സമയത്ത് മാമച്ചങ്കിള് ചോദിക്കുന്നുണ്ട് നീ പോകുന്നല്ലാണ്ട് വേറെ വഴിയൊന്നും കാണുന്നില്ലേ എന്ന് പറയണം. അന്നേരം അലീന പറയാണ് ഒരൊറ്റ വഴിയേ ഉള്ളൂ, എല്ലാം മനസ്സിലാക്കി അമ്മ തിരിച്ചു വരണം. അന്നേരം രേവതിക്കുട്ടി പറയാണ് അതെന്തായാലും നടക്കില്ല എന്ന് പറയാണ്. അന്നേരം അലീന പറയാണ് ഞാൻ അമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞു എന്ന് തന്നെ വിചാരിക്കട്ടെ, അമ്മ അത് വിശ്വസിക്കുമോ? ഇല്ല. അന്നേരം മാമച്ചങ്കിള് പറയാണ് അതിനുള്ള തെളിവുണ്ടല്ലോ എന്ന് പറയാണ്. അന്നേരം അലീന പറയാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയാണ്. അങ്ങനെ ബാലചന്ദ്രനും ഗോവർദ്ധനും ഊട്ടിയിലെത്തിയിട്ടോ ഒരു റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ കാർ ഒതുക്കി വെക്കുക കേട്ടോ. ആ സമയത്ത് ബാലചന്ദ്രൻ ഡിക്കി തുറന്നിട്ട് ബാഗൊക്കെ എടുക്കുന്നുണ്ട്. അന്നേരം ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട് ബാലേട്ടൻ നമ്മുടെ ഇവിടെ ഫുഡ് കഴിക്കാനല്ലേ നിർത്തിയെന്ന് പറയാണ്. അന്നേരം ബാലേട്ടൻ പറയാണ് നമുക്ക് ഫുഡും കഴിക്കാം ഇവിടെ താമസിക്കുകയും ചെയ്യാമെന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട് നമ്മൾ ഗംഗയുടെ വീട്ടിലേക്കല്ലേ പോകുന്നത്, അവിടെ താമസിച്ചൂടെ? അന്നേരം ബാലചന്ദ്രൻ പറയുന്നത് നമ്മൾ എന്തിനാ ഗോവർദ്ധന അങ്ങോട്ട് പോകുന്നേ എന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനം പറയുന്നത് കുറച്ചും കൂടി പ്രൈവസി ആയിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് അവിടെ പോയി നിൽക്കുന്നതിലെ നല്ലത്, അപ്പോൾ നമുക്ക് അവിടെയും താമസിച്ചൂടെ എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഗോവർദ്ധന ഗംഗാധര അളിയന് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ പ്രൈവസി ഇതുപോലുള്ള റെസ്റ്റോറൻറ്റിലാണ്, അതുകൊണ്ട് ഗംഗാധര അളിയൻ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറയാണ്. പിന്നെ നമ്മളെ വിളിക്കുന്നിടത്ത് ഓടി വരാൻ ഒരു കേണലടിയൽ ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ എന്തിനാ പേടിക്കുന്നേ ഗോവർദ്ധന എന്ന് പറയാണ്. ഇതാവുമ്പോൾ കേണൽ സാറ് ഓടിച്ചാടി വരും, അതാണിപ്പോൾ ശീലം. ഞാനാണെങ്കിൽ അതിപ്പോൾ സൂക്ഷിച്ചും പോയി. എന്നാൽ പിന്നെ ബാഗ് എടുത്തോന്ന് ഗോവർദ്ധനോട് ബാലേട്ടൻ പറയാം കേട്ടോ. അങ്ങനെ അവർ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അങ്ങനെ ബാഗ് എടുത്തിട്ട് പോകുന്ന സമയത്ത് ബാലേട്ടൻ ഗോവർദ്ധനോട് ചോദിക്കുന്നുണ്ട് എന്നെന്തെങ്കിലും സംശയമുണ്ടോ ചോദിക്കുന്നുണ്ട്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിന് കുറച്ചുകൂടി നടന്നിട്ടാകുമ്പോൾ ബാലേട്ടൻ പിന്നെയും ചോദിക്കുന്നുണ്ട് ഉറപ്പല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട് ഒന്ന് നടക്ക് ബാലേട്ട എന്ന് പറഞ്ഞിട്ട് അവർ പോവാട്ടോ. അങ്ങനെ അലീനയും ടീമും പുറത്തു പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട് ആൻറ്റിയോട് രോഹിത്തിനെ കണ്ടോ ആൻറ്റി ചോദിക്കുകയാണ്. അന്നേരം ഗ്രേസി ആൻറ്റി പറയാണ് ആ മാമച്ചായൻ പുറത്തെവിടെയോ കൂട്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു, പേരൊക്കെ പറിക്കാനാന്ന് തോന്നുന്നു എന്ന് പറയാണ്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട് ഞാൻ പോയിട്ട് വിളിച്ചിട്ട് വരാമെന്ന് പറയാണ്. എന്നിട്ട് അലീന ഗ്രേസി ആൻറ്റിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്ത് ഉറപ്പിച്ചതാണോ ഞങ്ങളുടെ കൂടെ വരുന്നില്ല എന്ന്. അന്നേരം ഗ്രേസി ആൻറ്റി പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്നാലും ഒന്നും നടക്കില്ല, നിങ്ങളെ പ്ലാനൊന്നും നടക്കില്ല, നിങ്ങളുടെ കൂടെ നടക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട് ആൻറ്റിയും അങ്കിളും കൂടി വരണ്ടായിരുന്നു, ഞങ്ങൾ ഓടുന്നതും ചാടുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്നൊക്കെ പറയാണ്. അന്നേരം ഗ്രേസി ആൻറ്റി പറയാണ് ഇന്ന് നിങ്ങൾ പോയിട്ട് വാ, നാളെ വരുന്നത് നമുക്ക് ആലോചിക്കാമെന്ന് പറയുന്നു. അന്നേരം അലീന പറയാണ് ആൻറ്റിയും അങ്കിളും ഉള്ളതാ രസം, അന്നൊരു ദിവസം നമ്മൾ ഒന്നിച്ച് പോയില്ലേ, അന്നേരം മനോഹരനുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടി മാമച്ചൻ അങ്കിളിനെയും രോഹിത്തിനെയും വിളിച്ചിട്ട് വരിക കേട്ടോ. എന്നിട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട് ഒരാൾ മരത്തിന് മേലെ ഒരാൾ താഴെ
എന്ന് പറയുകയാണ്. അന്നേരം ഗ്രേസ് ആൻറ്റി പറഞ്ഞു എന്നിട്ട് പേരൊക്കെ കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം രവതിക്കുട്ടി പറയുന്നത് എങ്ങനെ കിട്ടാനാ, അവിടെ ഉള്ളതെല്ലാം ഞാൻ പറിച്ച് കഴിച്ചില്ലേ എന്ന് പറയാണ്. പിന്നെ ഇറങ്ങാൻ സമയത്ത് അലീന അങ്കിളിനോട് പറയുന്നുണ്ട് അങ്കിളും കൂടി വന്നിരുന്നെങ്കിൽ നമ്മളെ പേഴ്സിൽ പൈസ ചിലവാക്കേണ്ടിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അങ്കിള് പറയുന്നുണ്ട് നീ ആൾ കൊള്ളാലോടി, ഞാൻ വിചാരിച്ചു നീ സ്നേഹം കൊണ്ടാണ് വിളിക്കുന്നതെന്ന്, ഇത് കൊള്ളാലോ എന്നൊക്കെ പറയാണ്. അന്നേരം അലീന പറയാണ് അത് മാത്രമല്ല അങ്കിളിനല്ലേ ഈ കൊച്ചി മൊത്തം അറിയാവുന്നതെന്ന് പറയാണ്. അന്നേരം ഗ്രേസി ആൻറ്റി പറയുന്നത് ഇപ്പോൾ രേവതിക്കുട്ടിക്ക് ഫുള്ള് കാണാപ്പാടാണ്, ഞങ്ങളെ കൂടെ വരുന്നത് രേവതിക്കുട്ടിയല്ലേ എന്ന് പറയാണ്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട് അത് ശരിയാ, എനിക്ക് എല്ലാ സ്ഥലങ്ങളും കാണാപ്പാടാണ് എന്ന് പറയാണ്. എന്നിട്ട് ഗ്രേസ് ആൻറ്റി രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട് നീ പേഴ്സ് എടുത്തോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട് ഞാൻ പേഴ്സ് എടുത്തു, അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ഉണ്ടല്ലോ അങ്ങനെ ചെയ്യാമല്ലോ എന്ന് പറയാണ്. അന്നേരം ഗ്രേസ് ആൻറ്റി പറയുന്നുണ്ട് ഇവരെ സൂക്ഷിക്കണം, ഇവരെ എന്തെങ്കിലും സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ മാറി മാറി ചെയ്യാമെന്ന് പറയും, അത് നീ സമ്മതിക്കരുതെന്ന് പറയാണ്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട് ഇവർക്കെല്ലാം ജ്വല്ലറി ഉള്ളതാ ആൻറ്റി എന്ന് പറയാണ്. അന്നേരം ആൻറ്റി പറയുന്നുണ്ട് അത് ഞങ്ങൾ അങ്ങോട്ട് ഗസ്റ്റായി പോകുമ്പോഴാണ്, ഇപ്പോൾ ഇവർ നമ്മളെ ഗസ്റ്റാണ്, അതുകൊണ്ട് നമ്മളാണ് ഇവർക്ക് എല്ലാം ചെയ്തു കൊടുക്കേണ്ടതെന്ന് പറയാണ്. നമ്മൾ അങ്ങോട്ട് ഗസ്റ്റായിട്ട് പോകുമ്പോൾ മാമച്ച അങ്കിളിന് 10 പവൻ്റെ ഒരു ചെയിൻ, എനിക്ക് 10 കാഞ്ചീപുരം സാരി, നിനക്ക് എന്താടി വേണ്ടതെന്ന് ഗ്രേസ് ആൻറ്റി രേവതിക്കുട്ടിയോട് ചോദിക്കുകയാണ്. അന്നേരം രേവതിക്കുട്ടി പറയാണ് എനിക്ക് ഡയമണ്ട് എന്ന് പറയാണ്. അന്നേരം കൃഷ്ണമോള് പറയാണ് കിട്ടും നിങ്ങൾ വന്നാൽ ഞങ്ങളെ ഇരുമ്പ് കടയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്, അവിടുന്ന് എന്ത് വേണമെങ്കിലും എടുത്തോന്ന് ഞങ്ങളങ്ങ് പറയുമെന്ന് പറയാണ്. അന്നേരം ഗ്രേസ് ആൻറ്റി പറയാണ് നീ ആൾ കൊള്ളാലോടി എന്ന് പറയാണ്. ഇതൊക്കെ കേട്ട് ക്ഷമ കെട്ടിരിക്കുന്ന ഒരാൾ കൂടി ഉണ്ട് കേട്ടോ, രോഹിത്തിന് ബോറടിച്ച് തുടങ്ങി. ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട് പുറത്ത് പോകണമെങ്കിൽ ഇപ്പോൾ പോവാം, ഒന്ന് വന്നേന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ കൂട്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാറിൽ കയറാൻ പോകുന്ന സമയത്ത് രേവതിക്കുട്ടി പറയുന്നുണ്ട് ഞാൻ ഫ്രണ്ടിലാണേ, ഇവിടുത്തെ സ്ഥലമെല്ലാം കാണിച്ചു തരണ്ടേ, വഴി പറഞ്ഞു തരണ്ടേ എന്ന് പറയണം. അന്നേരം രോഹിത് പറയാണ് ഇത് എങ്ങോട്ടാ നാവിഗേറ്ററേ എന്ന് പറയാണ്. അന്നേരം രവതിക്കുട്ടി പറയുകയാണ് അതൊക്കെ പറയാം, റൈറ്റും ലെഫ്റ്റും ഞാൻ പറഞ്ഞുതരും, അതിൽ കൂടെ പോയാൽ മതി എന്ന് പറയാണ്. അങ്ങനെ ബാലചന്ദ്രൻ ഗംഗാധര മേനോനെ ഫോണിൽ ട്രൈ ചെയ്യാം കേട്ടോ. ഫോൺ ട്രൈ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നില്ല, റേഞ്ച് കട്ടാവുന്നുണ്ട്. അങ്ങനെ ഗോവർദ്ധനോട് പറയുന്നുണ്ട് വിളിച്ചാൽ ഇപ്പോൾ ഫോണും കിട്ടുന്നില്ല. അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം അതാ, ഫോൺ വിളിച്ചാൽ കിട്ടില്ല, റേഞ്ച് കട്ടായിക്കൊണ്ടിരിക്കുന്നു പറയാണ്. അങ്ങനെ ഗംഗാധര മേനോനെ ഫോൺ വിളിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഫോൺ കണക്റ്റായി. അന്നേരം ബാല എന്തൊക്കെയുണ്ട് വിശേഷം, നാട്ടിൽ തന്നെ ആണോ അതോ കടയിലാണോ വീട്ടിലാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയാണ് ഞാൻ നാട്ടിലൊന്നല്ല, ഞാൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയാണ്. വൈജ വീട് വിട്ട് പോയ കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഗംഗാധര മേനോൻ പറയാണ് അറിഞ്ഞു, ശിവൻ വിളിച്ചായിരുന്നു, അന്നേരം അറിഞ്ഞു എന്ന് പറയാണ്. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടല്ലേ എന്ന് പറയാണ്. അന്നേരം ഗംഗാധര മേനോൻ ചോദിക്കുന്നുണ്ട് നീ എവിടെ ഇപ്പോൾ ഉള്ളതെന്ന് പറയാണ്. അപ്പോൾ പറയാണ് ഞാനിവിടെ ഊട്ടിയിലുണ്ടെന്ന് പറയാണ്. അന്നേരം ഗംഗാധര മേനോൻ ചോദിക്കുന്നുണ്ട് നീ എന്താ ബാല വരുമ്പോൾ വിളിക്കാഞ്ഞേ, എന്നാൽ വേഗം വാ, അവിടെ നിൽക്കാണ്ട് ഇനി അവിടുന്ന് ഒരു 3 കിലോമീറ്ററേ ഇല്ലൂ, വേഗം വാ എന്ന് പറയണം. അന്നേരം ബാലൻ പറയുന്നുണ്ട് നിങ്ങളെ സൽക്കാരം കൊണ്ട് നിൽക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത്, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്, അതുകൊണ്ട് ഗംഗാട്ടൻ എത്രയും വേഗം ഇവിടേക്ക് വരണം എന്ന് പറയാണ്. അന്നേരം ഗംഗാധര മേനോൻ പറയുന്നുണ്ട് എന്താ ബാല ഇങ്ങനെ, ഇങ്ങോട്ട് വന്നൂടെ, ഇവിടുന്ന് കഴിച്ചിട്ട് ഒക്കെ നമുക്ക് സംസാരിക്കാമെന്ന് പറയാണ്. അന്നേരം ബാലൻ പറയുന്നുണ്ട് അതെനിക്ക് പറ്റൂല, ഗംഗാട്ടൻ ഇങ്ങോട്ട് വരുന്നെങ്കിൽ വാ, അല്ലെങ്കിൽ ഞാൻ അങ്ങ് തിരിച്ചു പോകും, പിന്നീട് പശ്ചാത്തപിക്കാൻ പാടില്ല എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഗംഗാധര മേനോൻ പറയുന്നുണ്ട് ശരി ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ വെക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഗോവർദ്ധനൻ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് ഞാനിവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ നിങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടാവും, എനിക്കല്ല ഗംഗേട്ടന് എന്ന് പറയുന്നത്, അതുകൊണ്ട് നീ ഒന്ന് ബാറിൽ പോയിട്ട് 2 അടിച്ചിട്ട് വാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട് ഞാൻ അങ്ങനെ അടിക്കലൊന്നുമില്ല ബാലേട്ടാ, എപ്പോഴെങ്കിലും കുടിച്ചെങ്കിലേ ഉള്ളൂ എന്നൊക്കെ പറയാണ്. അതുമല്ല നമ്മൾ ഇന്ന് തിരിച്ചു പോകുമ്പോൾ ഡ്രൈവ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട് നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ അല്ലേ, അതുകൊണ്ട് കഴിച്ചിട്ടൊക്കെ വാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗോവർദ്ധനൻ ബാറിലോട്ട് പോവാട്ടോ. അതിനുശേഷം ഗംഗേട്ടൻ പിന്നെയും ബാലേട്ടനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് റൂം നമ്പർ എത്രയാണെന്ന്. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട് ഗംഗേട്ടന് അത്രയും വിവരമില്ലേ, താഴെ റിസപ്ഷനിൽ ചോദിച്ചാൽ പോരെ,
അവർ പറഞ്ഞു തരില്ലേ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട് ഞാൻ വിളിച്ചോന്നുള്ളൂ, നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബാലേട്ടൻ പറയുന്നുണ്ട് ഏതായാലും വിളിച്ചതല്ലേ പറയാമെന്ന് പറയുന്നിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരെ ഗംഗേട്ടൻ റൂമിലേക്ക് പോവാം കേട്ടോ. അങ്ങനെ രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞു, പിന്നെയും വഴക്കാവുക കേട്ടോ. എന്നിട്ട് ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട് ഗോവർദ്ധനൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ പോയി എന്ന്. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട് നമ്മൾ തമ്മിലുള്ള സംഭാഷണം ഗോവർദ്ധനൻ കേൾക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് പറയാണ്. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട് ഗോവർദ്ധനൻ ഇത്ര വരെ വന്നിട്ട് വീട്ടിലേക്ക് കൂട്ടിയിട്ട് വരാത്തത് മോശമാണ് ബാലേന്ദ്ര എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയാണ് ഗംഗേട്ട ഞാൻ നിങ്ങളെ ബന്ധം പുതുക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയാണ്. അന്നേരം അലീനയുടെ കാര്യമൊക്കെ പറയാൻ തുടങ്ങി കേട്ടോ. അലീനയുടെ അച്ഛനാരാണെന്നും ഇനി അലീന എവിടേക്ക് പോകണമെന്ന് എന്ന് തീരുമാനിക്കുന്നതും ഗംഗേട്ടൻ്റെ വാക്കിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണെന്നും ഒക്കെ ആട്ടോ പറയുന്നത്.